വലിയ ഒച്ചയും ബഹളവുമില്ലാതെയായിരുന്നു 2024-നെ മലയാള സിനിമാ ലോകം വരവേറ്റത്. സർവ്വമായ ഉണ്ടാക്കിയ ഓളം പുതുവർഷത്തിൽ ആദ്യ മാസങ്ങളിൽ ഒരു ചിത്രത്തിനും സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് മമ്മൂട്ടി ക്യാമിയോ റോളിലെത്തിയ ചത്താപച്ചയ്ക്ക് തിയേറ്ററുകൾക്ക് അല്പമെങ്കിലും ജീവൻ വെപ്പിക്കാൻ സാധിച്ചത്. എന്നാൽ മാർച്ച് 19 റിലീസായ ആട് 3 അക്ഷരാർത്ഥത്തിൽ ബോക്സ് ഓഫീസിൽ തീരുന്ന കാഴ്ചയാണ് സിനിമാ ലോകം സാക്ഷ്യം വഹിച്ചത്. പിന്നീടങ്ങോട്ട് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകൾക്ക് വിശ്രമിക്കാൻ സമയം നമ്മൾ കൊടുത്തിരുന്നില്ല. വാഴ 2, മോഹിനിയാട്ടം, അതിരടി തുടങ്ങി ഇപ്പോഴിതാ ദൃശ്യം 3-ലെത്തി നിൽക്കുമ്പോൾ വലിയ ബിസിനസ്സാണ് സിനിമാ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. മെയ് 21 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം ദൃശ്യം 3 3 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. 200 കോടിയിലധികം നേടിയ വാഴ 2-ഉം അതിവേഗം നേട്ടത്തിലേക്ക് അടുക്കുന്ന ദൃശ്യം 3-യും അടക്കം വമ്പൻ ചിത്രങ്ങളും തിയേറ്ററിൽ കളം നിറയുമ്പോൾ ഇവർക്കൊപ്പം റിലീസ് ചെയ്ത ചിത്രങ്ങൾക്ക് അർഹിക്കുന്ന വിജയം നേടാൻ സാധിക്കാതെ പോയതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. വാഴ 2 റിലീസ് ചെയ്തപ്പോൾ ഒരാഴ്ച മാത്രം വ്യത്യാസത്തിൽ പുറത്തിറങ്ങിയ മോഹിനിയാട്ടത്തിന് തിയേറ്ററുകളിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയെന്ന് പലരും അഭിപ്രായം അറിയിക്കുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം OTT റിലീസ് ചെയ്തതിന് പിന്നാലെ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഡാർക്ക് കോമഡി ചിത്രങ്ങളൊന്ന് തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കാത്തതിൻ്റെ സങ്കടം പലരും പങ്കുവച്ചത്. ഇപ്പോൾ ഇതിൻ്റെ കാരണം പരിശോധിച്ച സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. രണ്ട് ചിത്രങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ കൂടുതൽ സ്ക്രീനുകളും നല്ല സമയക്രമങ്ങളും കൂട്ടത്തിൽ വലിയ ചിത്രം കൈവശപ്പെടുത്തുമെന്ന് പോസ്റ്റിൽ പറയുന്നു. ഇത് ചെറിയ ചിത്രങ്ങളെ ഷോക്കിൽ കുറയ്ക്കുന്നതിനും 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ചിത്രം തിയേറ്ററിൽ നിന്ന് പുറത്താകുന്നതിനും കാരണമാകുന്നു. വലിയ ചിത്രം പ്രതീക്ഷിക്കത്ത് ഉയരാതിരിക്കുകയും ചെറിയ ചിത്രത്തിന് മൗത്ത് പബ്ലിസിറ്റി ലഭിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ചെറിയ പ്രതീക്ഷ സിനിമകൾക്കുണ്ടാകൂ എന്ന് കാണാം. കേരളം പോലെ ചെറിയ ഇൻഡസ്ട്രികളിൽ 2-3 ചിത്രങ്ങൾ ഒരുമിച്ച് വരുന്നതെന്നും സ്പേസിംഗ് കൾച്ചർ എന്ന രീതിയിലേക്ക് മാറ്റണമെന്നും പോസ്റ്ററിൽ നിർദ്ദേശമുണ്ട്. നിലവിൽ വലിയ ഒച്ചയും ബഹളവുമൊക്കെ വരുന്ന ചിത്രങ്ങൾക്കാണ് സ്ക്രീനുകൾ ലഭിക്കുന്നത്. ഇതിനു പകരം ചെറിയ ചിത്രങ്ങൾക്ക് മിനിമം സ്ക്രീനിംഗ് ഗ്യാരണ്ടി നൽകണമെന്നത് ഗുണകരമാകും. തിയേറ്ററിൽ ഒരാഴ്ച പോലും ഓടാത്ത ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് തുച്ഛമായ തുകയ്ക്കാണ് വിറ്റുപോകുന്നതെന്നും ഇത് നിർമ്മാതാവിനെ കാര്യമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാമെന്നും അഭിപ്രായങ്ങളുണ്ട്.